പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമുക്ക് പ്രൊജക്ടൈൽ മോഷന്റെ മറ്റൊരു ഭാഗം നമുക്ക് പഠിക്കാം. അതായത് ഒരു പ്രൊജക്ടൈലായിട്ട് സഞ്ചരിക്കുന്ന ഒരു വസ്തു മാക്സിമം എത്ര ഹൈറ്റ് എത്താം. ഉദാഹരണത്തിന് ഒരു ബോൾ ഒരാള് ഒരു നിശ്ചിത ആംഗിളിൽ ഒരു തീറ്റ ആംഗിളിൽ തൊഴിക്കുകയാണെങ്കിൽ അത് മാക്സിമം എത്ര ഉയരത്തിൽ പോകും എന്ന് കണ്ടുപിടിക്കല്. സപ്പോസ് അതിന്റെ വെലോസിറ്റി u ആയിരുന്നു വിചാരിക്കുക. അപ്പൊ എന്തായിരിക്കും അതിന്റെ മുകളിലേക്കുള്ള ആക്സിലറേഷൻ, അതായത് വെർട്ടിക്കൽ വെലോസിറ്റി എത്രയായിരിക്കും? വെർട്ടിക്കൽ വെലോസിറ്റി എത്രയായിരിക്കും? വെർട്ടിക്കൽ വെലോസിറ്റി u സൈൻ തീറ്റ ആയിരിക്കും അല്ലെ. വെർട്ടിക്കൽ വെലോസിറ്റി കിട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് എന്തറിയാം? ആക്സിലറേഷൻ നമുക്കറിയാം. അത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞത് ഭൂമിയുടെ വലിക്കുക കീഴ്പോട്ടാണ്. ഭൂമി എപ്പോഴും കീഴ്പോട്ടാണ് വലിക്കുക അല്ലേ. അപ്പോൾ ഇതില് 9.8 ആണ് എന്ത് വരും? നമുക്കറിയാം g എപ്പോഴും 9.8 ആണ്. അപ്പൊ ആക്സിലറേഷൻ ഇല്ല എത്ര വരിക? 9.8. പക്ഷെ ഇത് കുറഞ്ഞാ വരുന്നത് എന്തുകൊണ്ട് എഴുതണം? അപ്പൊ നെഗറ്റീവ് 98 9.8 എന്ന് ഇടണം. അപ്പൊ a സമം നെഗറ്റീവ് g ആയിരിക്കും. g എത്രയാണോ അതിന്റെ നെഗറ്റീവ്. അപ്പൊ നമുക്ക് a കിട്ടി, നെഗറ്റീവ് g എന്ന് കിട്ടി. അപ്പൊ ആക്സിലറേഷൻ നെഗറ്റീവ് g. ഇനി വെലോസിറ്റി, വെർട്ടിക്കൽ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി u സൈൻ തീറ്റ എന്ന് കിട്ടി. പിന്നെന്ത് കിട്ടി? നമുക്ക് ടൈം അറിയാം. നമുക്ക് എത്ര മാക്സിമം എത്ര സമയം എടുക്കും മുകളിലെത്താൻ? അത് u സൈൻ തീറ്റ ബൈ g, അതും കിട്ടി. അപ്പൊ ടൈം കിട്ടി, ആക്സിലറേഷൻ കിട്ടി, ഇനീഷ്യൽ വെലോസിറ്റി കിട്ടി. സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാം. സഞ്ചരിച്ച ദൂരം s സമം ut പ്ലസ് ഹാഫ് at സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനീഷ്യൽ വെലോസിറ്റി ടൈം കൊണ്ട് ഗുണിക്കുക പ്ലസ് ഹാഫ് ഇൻറ്റു a, ആക്സിലറേഷനെ ടൈമിന്റെ സ്ക്വയർ കൊണ്ട് ഗുണിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാതെ ഇതിലെ സഞ്ചരിച്ച ദൂരം s കണ്ടുപിടിക്കുക. ഹൈറ്റ്, ഇവിടെ ഹൈറ്റ് അല്ലേ, ഹൈറ്റിന് h എന്ന് ഇടാം, അതിന് മാക്സ് എന്ന് ഇടാം. മാക്സിമം ഹൈറ്റ് സമത്രയായിരിക്കും. ഇത് ut, ഇത് u എന്ന് പറഞ്ഞത് u സൈൻ തീറ്റ അല്ലേ. ടൈം എന്ന് പറഞ്ഞത് u സൈൻ തീറ്റ ബൈ g. അപ്പൊ ഇത് t ആയത് കൊണ്ട് ut ആയി പ്ലസ് ഹാഫ് a എന്ന് പറഞ്ഞത് നെഗറ്റീവ് g ആണ്, t സ്ക്വയർ. അപ്പൊ t സ്ക്വയർ എത്രയാണ്? u സൈൻ തീറ്റ ബൈ ജിയുടെ സ്ക്വയർ അല്ലേ. ഇത് കണ്ടുപിടിച്ചാൽ മാക്സിമം ഹൈറ്റ് ആയി. അപ്പൊ നമുക്ക് മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാലോ ഇല്ലേ. അപ്പൊ ഇത് ചെയ്ത് നോക്കിയ u സൈൻ തീറ്റയും ഗുണിച്ച u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ അല്ലേ ബൈ ജി പ്ലസ് ഹാഫ് ഇൻറ്റു നെഗറ്റീവ് g ഇൻറ്റു u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ജി സ്ക്വയർ അല്ലേ. അപ്പൊ അതിൽ g, അപ്പൊ നെഗറ്റീവ് ജിന്റെ അപ്പൊ ഇതിലൊന്നുകൂടി വെട്ടി ചെറുതാക്കുകയാണെങ്കിൽ u സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ബൈ ജി. ഇത് മൈനസ്, ഇത് പെരുക്കും മൈനസ് ഹാഫ് ജി ഇൻറ്റു u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ജി സ്ക്വയർ. ജി സ്ക്വയർ. അപ്പൊ നമുക്ക് ഇതിലെ ഒരു ജിയും വെട്ടിപ്പോയി. അപ്പൊ നമുക്ക് വെട്ടിപ്പോയി, മനസ്സിലായ? u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ജി. അപ്പൊ ബാക്കിയുള്ളത് ചെറുതാക്കി എഴുതുമ്പോ എന്തെന്ന് കിട്ടും? u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ജി മൈനസ് ഹാഫ് u സ്ക്വയർ സൈൻ സ്ക്വയർ ജി അല്ലേ. ഇത് u സ്ക്വയർ സൈൻ സ്ക്വയർ ജി, ഇത് അര u സ്ക്വയർ സൈൻ സ്ക്വയർ ജി അല്ലേ. ഇവിടെ ഒന്നിരി വായിച്ച u സ്ക്വയർ സൈൻ സ്ക്വയർ ജി തീറ്റ ബൈ ജി ഒരെണ്ണം. അതിന്ന് ഇതന്നെയല്ലേ ഹാഫ് u സ്ക്വയർ സൈൻ സ്ക്വയർ ജി എന്ന് വെച്ചാൽ ഇതിന്റെ പകുതിയല്ലേ ഇത്. അപ്പൊ ഒരെണ്ണത്തിൽ നിന്ന് അര പോയാൽ ബാക്കി അരയുണ്ടാവുക. ഒരു ആപ്പിളിൽ നിന്ന് അര ആപ്പിൾ പോയാൽ ബാക്കി അര ആപ്പിൾ. അപ്പോൾ ഒരു u സ്ക്വയർ സൈൻ സ്ക്വയർ ജിന്ന്
അര യു സ്ക്വയർ സൈൻ സ്ക്വയർ ജി പോയാൽ ബാക്കി അര യു സ്ക്വയർ സൈൻ സ്ക്വയർ. അപ്പൊ മാക്സിമം ഹൈറ്റ് എത്രയാ? അര യു സ്ക്വയർ സൈൻ സ്ക്വയർ ജി. ഓർ ഒന്നുകൂടി ഭംഗിയിലെന്ന് വെച്ചാല് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ജി കണ്ടാൽ മാക്സിമം ഹൈറ്റ് കിട്ടും. അതായത് ഇനീഷ്യൽ വെലോസിറ്റി ആംഗിളുടെ സൈൻ തീറ്റ പിന്നെ 9.8 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് എത്ര ഹൈറ്റ് എത്തിയെന്ന് കണ്ടുപിടിക്കാനായിട്ട് ആകും. അത് മനസ്സിലായ? അപ്പോൾ ഒരു എത്ര സമയം കൊണ്ട് മാക്സിമം ഹൈറ്റ് എത്തുന്നത് കണ്ടുപിടിക്കാം, എത്ര ഹൈറ്റ് എത്തുന്നത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനീഷ്യൽ വെലോസിറ്റിയുടെ സ്ക്വയർ കാണുക, അതിലെ ആംഗിളിന്റെ സൈൻ തീറ്റയുടെ വെലോയുടെ സ്ക്വയർ കൊണ്ട് ഗുണിക്കുക, പിന്നെ ജി കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര ഹൈറ്റ് എത്തിയെന്ന് നമുക്ക് ഒന്നും ചെയ്യാതെ തന്നെ എത്താനായിട്ട് പറ്റും. അത് മനസ്സിലായ? അപ്പൊ രണ്ട് കാര്യങ്ങളും, ടൈം എത്രയാണ്? യു ടൈം കണ്ടുപിടിക്കുക, മാക്സിമം ഹൈറ്റിന്റെ ടൈം കണ്ടുപിടിക്കുക, യു സൈൻ തീറ്റ യു സൈൻ തീറ്റ ബൈ ജി. ഇല്ല, മൈനസ് ജി ഇല്ല. ഇനി മാക്സിമം ഹൈറ്റിന്റെ ഹാഫ് അല്ല യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g അല്ലേ? അരന്റെ കൂടെ ഇല്ലേ? യു അതിന്റെ സ്ക്വയറിന്റെ ഇത് യു സൈൻ തീറ്റ ജി ആണെങ്കിൽ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ജി അല്ലേ? ആ 2 ഉണ്ട്. 2 കാണില്ലേ അല്ലേ? മനസ്സിലായ? ഇതിന്റെ ഇവിടെ യു സ്ക്വയർ വരും, സൈൻ സ്ക്വയർ വരും, ജി ഇവിടെ 2 വരുന്നുള്ളൂ. മനസ്സിലായ? യു സ്ക്വയർ സൈൻ സ്ക്വയർ ജി 2g വരും. മനസ്സിലായ? അപ്പൊ നമ്മൾ മാക്സിമം ഹൈറ്റ്, അപ്പൊ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഞാൻ ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പൊ മുകളിൽ ഇങ്ങനെ പോയത് ഈ മുകളിലേക്ക് എത്താൻ എത്ര ഹൈറ്റ് സമയം എടുത്തു? യു സൈൻ തീറ്റ ബൈ ജി അല്ലേ? ഇത് പകുതിക്ക് അപ്പൊ ഇവിടെ എത്തിയിട്ടല്ലോ. ഇനി ഇത് കീപ്പിട്ട് വരെ എത്ര സമയം എടുക്കില്ലേ? മുകളിൽ ഇതിന്റെ ഇരട്ടി എടുത്താൽ മതി ഇല്ലേ? അല്ല, ഇരട്ടി 2. അപ്പൊ ഇത് മാക്സിമം ഇത് വീണ്ടും ഇവിടേക്ക് എത്തില്ലേ? ഇവിടെ എത്തുന്നതിന് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയും. അതെത്രയായിരിക്കും? ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇരട്ടി. ഇതൊരു ഒട്ടടി കൂട്ടുക, ഇരട്ടി എടുക്കുക. അപ്പൊ 2u സൈൻ തീറ്റ ബൈ ജി കണ്ട എന്ത് കണ്ടായി? ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ഇവിടുന്ന് വെച്ച് ഇവിടം വരെ എത്തുന്നത്. അപ്പൊ ടൈം കണ്ടുപിടിച്ചു. പകുതി ടൈമാണ് ഇത് യു സൈൻ തീറ്റ ബൈ ജി. മുഴുവൻ സമയം ഇവിടെ വീണ്ടും നിലത്തെത്തണമെങ്കിൽ 2u സൈൻ തീറ്റ ബൈ ജി ഇല്ലേ? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയും. മനസ്സിലായ? ഇപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിച്ചു? മാക്സിമം. അപ്പൊ ഫ്ലൈറ്റ് ടൈം ഓഫ് ഫ്ലൈറ്റ് എത്രയാണ്? 2u സൈൻ തീറ്റ ബൈ ജി. അപ്പൊ ഇത് എന്തോരം ദൂരം സഞ്ചരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാല് ഇതല്ല ദൂരം സഞ്ചരിക്കുക, ഇങ്ങോട്ട് സഞ്ചരിക്കുന്ന ദൂരം ചോദിച്ചാലാ അത്. അപ്പൊ അതിന് സഞ്ചരിച്ച ദൂരം ഇവിടുത്തെ വെലോസിറ്റി എത്രയാ? ഇങ്ങോട്ടുള്ള വെലോസിറ്റി എത്രയാ? യു കോസ് തീറ്റ അല്ലേ? ഇതിന് ആക്സിലറേഷൻ ഇല്ല. എന്താ കാരണം? ഇതിന് ഭൂമി അത് ഈ ഇങ്ങോട്ടുള്ള ഇതിന് ഇങ്ങോട്ട് വേറെ സ്ഥലത്ത് നിന്ന് വലിവില്ല. ഇത് അതിൽ തന്നെ പോവും. അപ്പൊ ഇത് യൂണിഫോം വെലോസിറ്റിയാ. അതിന് ആക്സിലറേഷൻ ഇല്ലെങ്കിൽ ഈ ut പ്ലസ് ഹാഫ് ഇട്ടില്ല, ഇത് 0 ആണ്. അപ്പൊ 0 ഉണ്ടെങ്കിൽ ഇതെല്ലാം കുടിച്ച 0 അല്ലേ? അപ്പൊ ut കണ്ടാ മതി ഇല്ലേ? അപ്പൊ അത് എത്രയായിരിക്കും? ഇവിടുന്ന് ഇങ്ങോട്ട് സഞ്ചരിച്ച ദൂരം, അതായത് യു പ്ലസ് ടി കണ്ട. യു എത്രയാ? ഇത് അല്ലേ? ടൈം എത്രയാ? ഇത് അല്ലേ? ഇത് രണ്ടും കുടിച്ചാൽ എന്ത് കിട്ടും? മനസ്സിലായില്ലേ? കാരണം ഇതിന് വെലോസിറ്റി 0ആണത്. ഇതല്ല വെലോസിറ്റി അല്ല, ഇത് ആക്സിലറേഷൻ 0 ആണ്. ഹൊറിസോണ്ടല് വെലോസിറ്റിയിൽ കുറയ്ക്കുന്നൊന്നും ഘടകമൊന്നും ഇല്ല. അതപ്പോ ഇത് ആക്സിലറേഷൻ 0 ആയിക്കൊണ്ട് ഈ ഭാഗം ഇതിൽ 0 ആണെങ്കിൽ ഇതിന്റെ 0 അല്ലേ? അപ്പൊ ഇതെല്ലാം എന്തായി മാറും? അപ്പോ s ut ആയിരിക്കും. അപ്പൊ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് എന്തായിരിക്കും? അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം.
അതിനെ പറയും ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നോക്കുക, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഇത് വെർട്ടിക്കല് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. അപ്പൊ ഡിസ്റ്റൻസ് ഹൊറിസോണ്ടല് എത്രയായിരിക്കും? ഇത് എസ് സമം യു ടി ആയിരിക്കും. കാരണം മനസ്സിലായില്ലോ അല്ലേ? മനസ്സിലായില്ലേ? എ 0 ആയതുകൊണ്ട് അല്ലെ, ഇത് ഈ ഭാഗം 0, അപ്പൊ എസ് സമം യു ടി ആയിരിക്കും. എസ് യു അറിയാം നമുക്ക്, യു കോസ് തീറ്റ അല്ലേ. ടി അറിയാം 2 നേരത്തെ ഇരട്ടിന്റെ ആയിരിക്കും. യു സൈൻ തീറ്റ ബൈ ജിയുടെ ഇരട്ടിന്റെ ആയിരിക്കില്ലേ. യു സൈൻ തീറ്റ ബൈ ജിയുടെ പകുതിക്കുള്ള സമയം, കീപ്പിടിക്കാൻ അത്ര സമയം എടുക്കില്ലേ. അപ്പോ യു സൈൻ തീറ്റ ബൈ ജിയുടെ ഇരട്ടി. അപ്പൊ എന്തായിരിക്കും? അപ്പൊ ഈ 2 ഇങ്ങോട്ട് വരും. 2 യും യു സ്ക്വയർ അല്ലേ. കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ബൈ ജി അല്ലേ. ഈ 2 അപ്പുറത്ത് ഇടുക. അപ്പോ യു സ്ക്വയർ ഇൻറ്റു 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതാൻ വേണമെങ്കിൽ ഇത് ആദ്യം എഴുതാം. ബൈ ജി സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞ കോസ് 2 ഏതാണ്? 2 തീറ്റ എന്ന് എഴുതാം. ഇതിനെ ചുരുക്കിയിട്ടേ എങ്ങനെ എഴുതാം? യു സ്ക്വയർ അതിന് ഇത് ചുരുക്കാം. അത് നമ്മൾ അഡ്വാൻസിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മനസ്സിലാവും. നമ്മൾ പഠിച്ചില്ല അന്നത്തെ ക്ലാസ്സിൽ, അതൊക്കെ മറന്നു പോയിട്ടില്ലെങ്കിൽ മനസ്സിലായി. 2 അല്ല, ടാൻ അല്ല, അത് 2 സൈൻ 2 തീറ്റ എന്ന് വരും. സൈൻ 2 തീറ്റ ഇങ്ങനെ വരും. ബൈ ജി എന്ന് വരും. അത് ആംഗിളിന്റെ ഇരട്ടി വരുന്നു. മനസ്സിലായ? യു സ്ക്വയർ ജി ഇൻറ്റു സൈൻ 2 തീറ്റ. യു സ്ക്വയർ സൈൻ ജി ഇൻറ്റു സൈനിന്റെ ഇരട്ടി എടുത്തിട്ട് വേണം. അപ്പൊ നമ്മൾ 30 അടിക്കുന്ന വിചാരിക്കും പന്ത്. 30 ഡിഗ്രിയിൽ പന്ത് അടിക്കണ വെച്ചാല് വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡിലാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ യു എന്ന് പറയുന്നത് എത്ര എടുക്കണം? 40 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുക്കണം. അതിന്റെ ഇൻറ്റു സൈൻ തീറ്റാണ് എടുക്കുന്നത്. സൈൻ 60 ഇരട്ടി എടുക്കണം. സൈൻ 60 എടുക്കണം. അപ്പോ സൈൻ 60 ബൈ ജി എന്നുള്ളത് 9.8 എടുത്ത് ചെയ്ത് കഴിഞ്ഞാല് എന്ത് കിട്ടും നമുക്ക്? മാക്സിമം എവിടെ വന്ന പന്ത് വീഴുന്ന കണ്ടുപിടിക്കാം. മനസ്സിലായ? ഇത് ഇങ്ങനെ വന്ന് വീഴുന്നത് നേരത്തെ കണ്ടുപിടിച്ചത് ഈ ഹൈറ്റ്. ഇപ്പൊ കണ്ടുപിടിച്ചത് ഇത് മാക്സിമം ഹൈറ്റ്. ഇതിപ്പോ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് ചെന്ന് വീഴുന്നത്. മനസ്സിലായ? ഹൊറിസോണ്ടല് സഞ്ചരിക്കുക നിലത്ത് വീഴുമ്പോ. മനസ്സിലായില്ലോ? ഓക്കെ, നമുക്ക് മറ്റൊരു വിഷയമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഇവിടെ നന്ദി, നമസ്കാരം, ബൈ.